എക്കോണമി ഒരു റിസഷനിലേക്ക് പോകാനുണ്ടായ കാരണം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം അതിൻ്റെ ഒരു ഇൻഫ്ലേഷൻ സൈക്കിൾ നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. 2001 കാലഘട്ടത്തിൽ 2001 തൊട്ട് 2003 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഡിമാൻഡ് പുൾഡ് ഇൻഫ്ലേഷനിലായിരുന്നു യു എസ് എക്കോണമി മുമ്പോട്ട് പോയിരുന്നത്. കാരണം ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചത് മുതൽ ഒരു ക്രെഡിറ്റ് പുൾഡ് ഇൻഫ്ലേഷൻ എന്ന് പറയും. അതായത് സെൻട്രൽ ബാങ്ക്സ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചുകൊണ്ട്, അതായത് ക്രെഡിറ്റ് ആക്സസ് കൊണ്ടുവന്നുകൊണ്ട് ഇൻഫ്ലേഷനെ ഇൻക്രീസ് ചെയ്യിക്കുന്ന ഒരു പ്രൊസീജിയറാണ് ക്രെഡിറ്റ് പുൾഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ദാൻ അത് ഡിമാൻഡ് പുൾഡ് ഇൻഫ്ലേഷനിലേക്ക് മാറുമായിരുന്നു. അത് ഈ ഒരു 2001 to 2004 ഫസ്റ്റ് വരെ ആ ഒരു ഡിമാൻഡ് പുൾഡ് ഇൻഫ്ലേഷൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഒന്ന്, നമ്മുടെ മോർഗേജ് മാർക്കറ്റിനകത്തുണ്ടായിട്ടുള്ള ഒരു റാലി തന്നെയാണ് ഡെഫിനറ്റ്ലി ഈ ഒരു ഡിമാൻഡ് പുൾഡ് ഇൻഫ്ലേഷനിലേക്ക് എക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്യിച്ചത്. ദെൻ 2004 to 2006 എന്ന് പറയുന്നൊരു കാലഘട്ടം എന്ന് പറയുന്നത് മിക്സഡ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആയിരുന്നു. അവിടെ ഡിമാൻഡ് പുൾഡ് ഇൻഫ്ലേഷൻ്റെ എലമെൻറ്റ്സും ഉണ്ടായിരുന്നു, ദെൻ കോസ്റ്റ് പുൾഡ് ഇൻഫ്ലേഷൻ്റെ എലമെൻറ്റ്സും ഉണ്ടായിരുന്നു. അതൊരു മിക്സഡ് ലെവലിലായിരുന്നു ആ ഒരു ഇൻഫ്ലേഷൻ പീരീഡ് എന്ന് പറയുന്നത്. കാരണം 2005 വരെ മോർഗേജ് മാർക്കറ്റിൽ നിന്ന് ഡിമാൻഡ് പുൾഡ് ഇൻഫ്ലേഷൻ്റെ പോസിബിലിറ്റി, അതായത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ദ മീൻ ടൈം ഇന്ത്യ അതുപോലെ തന്നെ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ കൂടുതലായിട്ട് കമോഡിറ്റീസ് പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി ഓയിൽ, അതുപോലെ തന്നെ സ്റ്റീൽ, അങ്ങനെയുള്ള പർച്ചേസസ് ഒത്തിരി നടന്നത് കാരണം അവിടെ ഒരു കോസ്റ്റ് പുൾഡ് ഇൻഫ്ലേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ബാലൻസ് ലെവലിലായിരുന്നു 2004 to 2006 വരെയുള്ള കാലഘട്ടം. ദെൻ 2006 ശേഷമുള്ള കാലഘട്ടം, അതായത് ഒരു 7 മിഡ് വരെയൊക്കെ പ്യുവർലി കോസ്റ്റ് പുൾഡ് ഇൻഫ്ലേഷൻ്റെ കയ്യിലേക്ക് മാറുമായിരുന്നു. ഈ കോസ്റ്റ് പുൾഡ് ഇൻഫ്ലേഷൻ ടച്ച് ചെയ്തത് മുതലാണ് സത്യം പറഞ്ഞാൽ യു എസ് എക്കോണമി റിസഷനിലേക്ക് പോയി തുടങ്ങിയത്. യു എസിൻ്റെ ഇൻഫ്ലേഷൻ 2008 തേർഡ് ക്വാർട്ടർ ഇയർ ആയപ്പോഴത്തേക്ക് 5.6% ആയിരുന്നു. ഇത് വളരെ കൂടിയൊരു ഇൻഫ്ലേഷൻ ലെവലായിരുന്നു. സ്പെഷ്യലി ഇത് കോസ്റ്റ് പുഷ്ഡ് ആയിട്ടുള്ളൊരു ഇൻഫ്ലേഷൻ ആയിരുന്നു. ദെൻ ഫോർത്ത് ക്വാർട്ടർ ഇയർ ആയപ്പോഴത്തേക്ക് ഇത് ഡിഫ്ലേഷനിലേക്ക് ഒരു കാറ്റസ്ട്രോസ്കോപ്പിക് ഡൗൺഫോൾ ഉണ്ടായി. ഫോർത്ത് ക്വാർട്ടർ ഇയറിൽ 0.36%, അതായത് -0.36% എന്നുള്ള നിലയിലേക്ക് യു എസ് ഇൻഫ്ലേഷൻ ഡിഫ്ലേഷനായിട്ട് കൺവേർട്ട് ചെയ്തു. ദെൻ അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് 2009 സെക്കൻഡ് ക്വാർട്ടർ ഇയർ ആയപ്പോഴത്തേക്ക് 1.40% ഡിഫ്ലേഷനിലേക്ക് യു എസ് മാർക്കറ്റ് പ്ലമിറ്റായി. യു എസ് എക്കോണമി പ്ലമിറ്റായി. 2005 കാലഘട്ടത്തിൽ ഇൻഫ്ലേഷൻ ബാലൻസ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഫ്ലേഷൻ എനിക്ക് തോന്നുന്നത് 3.5% എബോ ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്ന ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അത് ഒരു 2.5 റേഞ്ചിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അപ്പോഴത്തെ ടാർഗറ്റായിരുന്നു. അന്ന് യു എസ് ഫെഡറൽ റിസർവ് ചെയർമാൻ ആയിരുന്നത് അലൻ ഗ്രീൻസ്പാൻ ആയിരുന്നു. അദ്ദേഹം എന്ന് പറഞ്ഞാൽ യു എസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു എക്കോണമിസ്റ്റും കൂടെയാണ്. അദ്ദേഹം ആ ഒരു ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് 5.25% വരെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു പോയിന്റിൽ നിന്നാണ് റിസഷൻ്റെ ഫസ്റ്റ് വേവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് റേറ്റിൽ വന്ന ചേഞ്ച് കാരണം, അതായത് ഹയർ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് മാറിയത് കാരണം യു എസ് മോർഗേജ് മാർക്കറ്റിൽ ഡിമാൻഡ് കുറയുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ എന്നാൽ അവിടെ ഡിമാൻഡ് കുറഞ്ഞു, പ്രൈസ് കുറഞ്ഞിട്ടില്ലായിരുന്നു. പ്രൈസ് ആ ഒരു സാഹചര്യത്തിലും മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. കൂടാതെ ആ സമയത്ത് തന്നെ ഓയിൽ പ്രൈസ് ഓൾമോസ്റ്റ് 140 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് ഓയിൽ പ്രൈസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഇൻഫ്ലേഷൻ്റെ തോത് വളരെ വലിയ തോതിൽ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. മോർഗേജ് മാർക്കറ്റിൻ്റെ സ്ലോ ഡൗണിന് പ്രധാനമായിട്ടും മറ്റ് കാരണങ്ങൾ കൂടെ നമുക്ക് അതിൻ്റെ ഇൻഡിക്കേഷൻസും നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ അവൈലബിൾ ആയിരുന്നു. ഒന്ന്, പ്രൈസ് ഏകദേശം 20% ഈ ഒരു 2006-2007 കാലഘട്ടങ്ങളിൽ 20% ഇൻക്രീസ് ഉണ്ടായ സാഹചര്യത്തിൽ പക്ഷേ വോളിയം താഴേക്ക് പോകുമായിരുന്നു. അവിടെ ഒരു ഡൈവേർജൻസ് നടന്നിട്ടുണ്ട്. ദെൻ അതുപോലെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന മറ്റൊരു ഡൈവേർജൻസ് ആണ് ഹൗസ് ഹോൾഡ് ഇൻകം. മീഡിയൻ ഇൻകം ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് 2000 തൊട്ട് 2006 വരെ നമ്മൾ പരിശോധിക്കുന്നുണ്ടെങ്കിൽ ഒരു 15 മുതൽ 20% വരെയാണ്
ഹൗസ് ഹോൾഡ് ഇൻകത്തിനകത്ത് വർധനവുണ്ടായിട്ടുള്ളത്. ഇതേ കാലഘട്ടത്തിൽ നമ്മൾ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഹോം പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 87% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ ഒരു ഹൗസിംഗ് പ്രൈസ് 87% ഇൻക്രീസ് ചെയ്ത സമയത്ത് റെൻ്റൽ റവന്യൂ വന്നത് 25 മുതൽ 35% വർധനവ് മാത്രമാണ് സംഭവിച്ചത്. അപ്പോൾ ഇത് മീൻ ചെയ്യുന്നത് സാധാരണ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന റവന്യൂ ഇൻക്രീസിനേക്കാളും വളരെ ആക്സിലറേറ്റ് റേറ്റിലാണ് ഇതിൻ്റെ പ്രൈസസ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു ബേർഡനും ഈ പറയുന്ന സാധാരണക്കാർക്ക് അത് താങ്ങാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷൻ അവിടെ റൈസ് ചെയ്തു. ഇതിലേറ്റവും പ്രധാനമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം DTI റേഷ്യോ, അതായത് ഡെറ്റ് ടു ഇൻകം റേഷ്യോ എന്ന് പറയും. സാധാരണ ബാങ്കുകൾ ലോൺ കൊടുക്കുന്ന സമയത്ത് DTI റേഷ്യോ കമ്പൽസറി ആയിട്ട് ചെക്ക് ചെയ്ത ശേഷമാണ് ലോൺ കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ സബ്പ്രൈം മോർഗേജുകളുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു മോണിറ്ററിങ് നടന്നിട്ടില്ല. DTI റേഷ്യോ വളരെ കൃത്യമായി ആക്യുറേറ്റ് ആയിട്ട് നോക്കാതെയാണ് ലോൺ കൊടുത്തത് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത് DTI ടു GDP റേഷ്യോയിൽ വന്നിട്ടുള്ള സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. DTI റേഷ്യോ 2005 112% ആയിരുന്നു. 2006 ആയപ്പോഴത്തേക്ക് അത് 120, 2007 ആയപ്പോഴത്തേക്ക് 127. ഇതിൽ 100-ന് താഴെ DTI റേഷ്യോ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, കാരണം എക്കോണമിയിൽ അത് ബാലൻസിങ് ചെയ്യാനായിട്ട് സാധിക്കും. 100 to 120 റേഞ്ച് എന്ന് പറയുന്നത് മോഡറേറ്റ് റിസ്ക് ഉള്ള ഏരിയ ആണ്. 120-ക്ക് മുകളിലാണ് DTI റേഷ്യോ എന്നുണ്ടെങ്കിൽ, DTI ടു GDP റേഷ്യോ എന്നുണ്ടെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ഫാക്ടേഴ്സ് അവിടെയുണ്ട്. പ്രത്യേകിച്ചും ഇതിന് കുറച്ച് എക്സംഷൻസ് ഉണ്ട്. കാരണം എന്തെങ്കിലും കാരണവശാൽ ഇൻക്രീസ്, അതായത് GDP ഗ്രോത്ത് മുന്നിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണെങ്കിൽ ഈ ഒരു റേഷ്യോ പ്രോബ്ലം അല്ല. ഇപ്പോൾ അത് 130 ആയാലും 140 ആയാലും അത് മാനേജ് ചെയ്യാനായിട്ട് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഇവിടെ ഈ കാലഘട്ടത്തിൽ എക്കണോമിക് ഗ്രോത്ത് താഴേക്ക് വരികയായിരുന്നു. എനിക്ക് തോന്നുന്നു 2007 കൂടെ US GDP 1.60 താഴ്ന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അതായത് DTI ടു GDP റേഷ്യോയിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വർധനവ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. GDP ഗ്രോത്ത് താഴെ പോകുന്ന സാഹചര്യത്തിൽ രണ്ട് പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവാൻ സാധ്യത. ഒന്ന്, ക്രെഡിറ്റ് ക്രഞ്ച് ഉണ്ടാവാനായിട്ടുള്ളത്. ബാങ്കിങ് സെക്ടറിനകത്ത് ക്രെഡിറ്റ് ക്രഞ്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉടലെടുക്കും. കാരണം ഡീഫോൾട്ട്സുകൾ പെരുകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു സിറ്റുവേഷനിൽ. അതുപോലെ തന്നെ കൺസ്യൂമർ സ്പെൻഡിങ് കുറഞ്ഞിട്ട് GDP ഗ്രോത്ത് വീണ്ടും ട്രൈ ആവാനായിട്ടുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. അതായത് കൺസ്യൂമർ സ്പെൻഡ് കുറയുന്നതിൻ്റെ ഉള്ള പ്രധാനപ്പെട്ട കാരണം കൂടുതലും ഇൻകത്തിൻ്റെ ഒരു മേജർ ക്രെഡിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ലോണിൻ്റെ തിരിച്ചടവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് കൺസ്യൂമർ സ്പെൻഡിങ് താഴേക്ക് പോകാനായിട്ടുള്ള പ്രോബബിലിറ്റി. അതായത് അവർക്ക് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കുന്നത് വളരെയധികം കുറയുന്ന ഒരു സിറ്റുവേഷൻ എക്കോണമിയിൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം കൃത്യമായിട്ടും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ആ ഒരു ടൈമിൽ ജനറേറ്റ് ആയി എന്നുള്ളതാണ്. DTI റേഷ്യോയിലുണ്ടായ വർധനവും അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ, കോസ്റ്റ് പുൾഡ് ഇൻഫ്ലേഷനിലുണ്ടായ വർധനവും ഇൻട്രസ്റ്റ് റേറ്റിലുണ്ടായ വർധനവും സത്യം പറഞ്ഞാൽ ഡീഫോൾട്ട്സ് ഇൻക്രീസ് ചെയ്യിച്ചു. അതായത് എക്കോണമിയിൽ ലോവർ ലെവലിലേക്കുള്ള ഇൻകം ഫ്ലോ നന്നായിട്ട് കുറഞ്ഞു. അത് കാരണം ഡീഫോൾട്ട്സ് റേറ്റ്സ് വളരെയധികം ഇൻക്രീസ് ചെയ്തു. 2005 ഒരു 5% ഡീഫോൾട്ട്സ് ആയിരുന്നു. ദെൻ അത് 6 ആയപ്പോഴത്തേക്ക് 10%, 7 ആയപ്പോൾ തന്നെ ആദ്യത്തെ ക്വാർട്ടറിൽ തന്നെ 15%, ദെൻ സെക്കൻഡ് ക്വാർട്ടർ ആയപ്പോഴത്തേക്ക് സെക്കൻഡ് ആൻഡ് തേർഡ് ക്വാർട്ടറിൽ 20% ആൻഡ് ഫോർത്ത് ക്വാർട്ടറിലേക്ക് ആയപ്പോൾ 25% ഡീഫോൾട്ട്സ്. അതായത് മോർഗേജ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഡീഫോൾട്ട്സ് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി അഫക്ട് ടു MBS മാർക്കറ്റ്. അങ്ങനെ MBS മാർക്കറ്റിനകത്ത് ഹ്യൂജ് ഡീഫോൾട്ട്സ് ജനറേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ്. റിസഷൻ്റെ ആദ്യത്തെ വേവ് ഹിറ്റ് ചെയ്തത് HSBC ആയിരുന്നു. HSBC 2007 ഫെബ്രുവരിയിൽ $10.5 billion ലോസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാർച്ച് ആയപ്പോഴത്തേക്കും, മാർച്ചോടുകൂടെ ന്യൂ സെഞ്ച്വറി എന്ന് പറയുന്നൊരു ഫൈനാൻഷ്യൽ ഓർഗനൈസേഷൻ ഫുള്ളി ബാങ്ക്രപ്റ്റായി. കാരണം അവർ മാസീവായിട്ടുള്ള MBS ഹോൾഡ് ചെയ്തിട്ടുണ്ട്, MBSും CDOസും ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജൂണോടുകൂടെ ബെയർ സ്ട്രെയിൻ
മാനേജ് ചെയ്തിരുന്ന രണ്ട് ഹെഡ്ജ് ഫണ്ട്സ് അത് ഫുള്ളി ബാങ്ക്രപ്റ്റായി. BNB പരിവാസിൻ്റെ ഒരു 2-3 ഫണ്ട്സ് ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ഹെഡ്ജ് ഫണ്ട്സ് ആയിരുന്നു. ഫുൾ ബാങ്ക്രപ്സിയിലേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ ഇത് ഗ്ലോബൽ മാർക്കറ്റിൽ തന്നെ MBS ഹോൾഡ് ചെയ്തിരുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്തും പാനിക്നെസ് സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഈ പാനിക്നെസ് കൊണ്ടെത്തിച്ചത് റേറ്റിംഗ് ഏജൻസീസിൻ്റെ ആദ്യത്തെ റേറ്റിംഗ് സ്ട്രക്ചറിനെ റീസ്ട്രക്ചർ ചെയ്യണം എന്നുള്ള ആവശ്യത്തിലേക്കായിരുന്നു. അപ്പോൾ അതിനായിട്ട് കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലെയേഴ്സ് സത്യത്തിൽ കോർട്ടിനെ സമീപിക്കുകയും കോർട്ട് ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ റീറേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള പ്രോസസ്സ് ആരംഭിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡ് വേവ് സ്റ്റാർട്ട് ചെയ്യുന്നത് റേറ്റിംഗ് ഏജൻസീസ് റീറേറ്റ് ചെയ്തത് മുതലാണ് സെക്കൻഡ് വേവിൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത്. റീറേറ്റിംഗ് നടന്നത് വഴി AAA റേറ്റിംഗ് കൊടുത്തിരുന്ന പല MBSകളും അത് ജങ്ക് കാറ്റഗറിയിലേക്ക് മാറുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇതോടുകൂടെ ടോപ്പ് ഫൈനാൻഷ്യൽ ഓർഗനൈസേഷൻസ്, ഫോർ എക്സാമ്പിൾ മെറിൽ ലിഞ്ച്, അതുപോലെ തന്നെ UBS, സിറ്റി ഗ്രൂപ്പ്, ഇവരെല്ലാം തന്നെ മാസീവായിട്ടുള്ള ലോസ് നേരിട്ടു. 2008 മാർച്ചോടുകൂടെ ബെയർ സ്ട്രെയിൻ, അതായത് US തന്നെ ഒരു ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ഓർഗനൈസേഷൻ, 2007 ബെയർ സ്ട്രെയിൻ ട്രേഡ് ചെയ്തിരുന്നത് $174. പക്ഷേ 2008 മാർച്ച് ആയപ്പോഴത്തേക്കും അത് $2 എന്നുള്ള നിലയിൽ JP മോർഗൻ അവരെ ടേക്ക് ഓവർ ചെയ്യേണ്ട അവസ്ഥയുണ്ടായി. ഇതിൻ്റെ പ്രധാന കാരണം ഈ CDOസും അതുപോലെ തന്നെ CDSും ഹോൾഡ് ചെയ്തിരുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് CDOയും CDSും മാത്രമല്ല, MBSും ധാരാളമായിട്ട് ഹോൾഡ് ചെയ്തിരുന്നു. സബ്പ്രൈം MBS അവർ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഈ കാലയളവിൽ തന്നെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ബാങ്ക്രപ്സി യുണൈറ്റഡ് സ്റ്റേറ്റ് കാണുന്നത്. ലീമാൻ ബ്രദേഴ്സിൻ്റെ $600 ബില്യൺ മേളിലായിരുന്നു അവരുടെ ബാങ്ക്രപ്സി ഉണ്ടായത്. കാരണം ഏറ്റവും കൂടുതൽ CDOസ് ഹോൾഡ് ചെയ്തിരുന്ന ഒരു CDOസും CDSും ഹോൾഡ് ചെയ്തിരുന്ന ഓർഗനൈസേഷൻ ആയിരുന്നു ലീമാനെ സംബന്ധിച്ചിടത്തോളം സബ്പ്രൈം മാർക്കറ്റിലായിരുന്നു അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. ലീമാൻ്റെ തകർച്ചയെന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഒരു റെസിഷൻ്റെ 3rd വേവിലേക്കുള്ള എൻട്രി കൂടിയായിരുന്നു. ഈ കാലയളവിലാണ് ലീമാൻ്റെ തകർച്ച നേരിട്ട സമയത്ത് തന്നെയാണ് AIGയുടെ തകർച്ചയെ നേരിട്ടത്. പക്ഷേ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ലീമാന് ബെയിലൗട്ട് നിഷേധിക്കുകയും അതേസമയം AIGക്ക് ബെയിലൗട്ട് കൊടുക്കുകയും ചെയ്തു. ഇത് സത്യം പറഞ്ഞാൽ ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ആ സമയത്തെടുത്ത തീരുമാനങ്ങളിലെ ഒരു മോശം തീരുമാനമായിട്ട് അത് പരിണമിക്കുകയായിരുന്നു ചെയ്തത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ട്രഷറി സെക്രട്ടറി ആയിരുന്ന ഹെൻറി പോൾസൺ ആണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അന്ന് സത്യം പറഞ്ഞാൽ സബ്പ്രൈം ലോണുകൾ ഉപയോഗിച്ചിട്ട് സ്പെക്കുലേറ്റ് ചെയ്തത്, അതായത് CDS ഉപയോഗിച്ചിട്ട് സ്പെക്കുലേറ്റ് ചെയ്തതിനകത്ത് ലീമാൻ ബ്രദേഴ്സും അതുപോലെ തന്നെ എക്സ്പോഷർ AIGക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഹെൻറി പോൾസൺ AIGയെ സേഫ് ഗാർഡ് ചെയ്യുകയും അതേസമയം ലീമാനെ ബെയിലൗട്ട് നിഷേധിക്കുകയും ചെയ്തത് സത്യത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുണ്ടായ ആ ക്രൈസിസിൻ്റെ 3rd വേവിലേക്കുള്ളൊരു വഴിയൊരുക്കുകയായിരുന്നു അത് ചെയ്തത്. കാരണം ലീമാൻ ബ്രദേഴ്സിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ബാങ്കുകളുമായിട്ട് റിപ്പോ മാർക്കറ്റ് വഴി വലിയ എക്സ്പോഷറായിരുന്നു ഉണ്ടായിരുന്നത്. റിപ്പോ മാർക്കറ്റ് എന്ന് പറയുന്നത് കൂടുതലും റൺ ചെയ്തിരുന്നത് ഷാഡോ എക്സ്ചേഞ്ചുകൾ വഴിയാണ്. ഈ ഷാഡോ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ് ഹാൻഡിൽ ചെയ്യുന്ന എക്സ്ചേഞ്ചുകളായിരുന്നു ഷാഡോ എക്സ്ചേഞ്ചുകൾ. ഇതുവഴി ബാങ്കുകൾക്ക് MBSൻ്റെ പുറത്ത് അതുപോലെ തന്നെ CDOയുടെ പുറത്ത് ഗ്യാരണ്ടീന്മേൽ ഫണ്ട് ലെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സിൽ ലെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ് കൂടുതലായിട്ട് MBSകളിലും CDOസിലും നിക്ഷേപിക്കാനായിട്ട് അവർ ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് ഉള്ള MBS അതുപോലെ CDOസിൻ്റെ കൊളാറ്ററൽ ബാങ്കുകൾക്ക് കൊടുത്ത ശേഷം അതിൻ്റെ പുറത്ത് അതിൻ്റെ ഗ്യാരണ്ടീന്മേൽ ഷാഡോ എക്സ്ചേഞ്ച് വഴി ഫണ്ട് അക്വസിഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ദെൻ അഗെയിൻ CDOസും MBSസും മേടിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ കൊളാറ്ററൽ കൊടുത്തിട്ട് CDOs MBS പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എനിക്ക് തോന്നുന്നു ലീമാൻ കൊളാപ്സ് ആവുന്ന സമയത്ത് അവരുടെ എക്സ്പോഷർ എന്ന് പറയുന്നത്, ക്രെഡിറ്റ് എക്സ്പോഷർ എന്ന് പറയുന്നത് 1:30 ആയിരുന്നു. 1:30 എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഷെയറിന് 30 മടങ്ങായിരുന്നു അവരുടെ ഡെപ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്നൊരു ക്രാഷ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ അവരുടെ ഷെയർ വാല്യൂ മൊത്തത്തിൽ വൈപ്പ് ഔട്ടായി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും.
ബാങ്കുകൾ സത്യം പറഞ്ഞാൽ റിപ്പോ മാർക്കറ്റ് ഇൻ ദ സെൻസ് ഷാഡോ എക്സ്ചേഞ്ചുകൾ വഴി ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുമായിട്ട് വളരെയധികം ഇൻ്റർകണക്റ്റഡ് ആയിരുന്നു. സ്പെഷ്യലി ഈ ലീമാൻ ബ്രദേഴ്സിനൊക്കെ വളരെയധികം എക്സ്പോഷർ ബാങ്കിങ് സിസ്റ്റത്തിനകത്തുണ്ടായിരുന്നു. ലീമാൻ്റെ കൊളാപ്സും അതുപോലെ തന്നെ മറ്റ് മെറിൽ ലിഞ്ച് ഇവരുടെയൊക്കെ ഒരു ഡൗൺഫാളും വന്നതോടുകൂടെ തന്നെ ബാങ്കിങ് സിസ്റ്റം സത്യത്തിൽ ക്രെഡിറ്റ് കൊടുക്കുന്നതിന് പറ്റിയ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയായിരുന്നു. കാരണം ഓൾറെഡി റിപ്പോ മാർക്കറ്റ് വഴി ഒരുപാട് എക്സ്പോഷർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സിനും അതുപോലെ തന്നെ മറ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും കൊടുത്തിട്ടുണ്ടായിരുന്നു ബാങ്ക്സ്. ഈ ഒരു സാഹചര്യത്തിൽ DTI റേഷ്യോ ടു GDP ഉണ്ടാകാൻ ഈ GDPയുടെ ഇൻഫ്ലുവൻസിലുണ്ടാകാൻ സാധ്യതയുള്ള ക്രെഡിറ്റ് ക്രഞ്ച് ഇവിടെ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. സോ മറ്റ് ലോണുകൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇങ്ങനൊരു ക്രിയേഷൻ നടന്നത് കാരണം ബാങ്കുകൾക്ക് റീഫിനാൻസിങ് ചെയ്യാനായിട്ട് പറ്റാത്ത അവസ്ഥ വന്നു. അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള MBSകൾക്ക് റീഫിനാൻസിങ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 2000-ലോ 2001-ലോ ഒക്കെ എടുത്തിട്ടുള്ള ലോൺസിന് റീഫിനാൻസിങ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ലോണാണെന്ന് വയ്ക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു 5 വർഷം അവർക്ക് ഇൻട്രസ്റ്റ് മാത്രം അടച്ചാൽ മതി. 5 വർഷം കഴിയുമ്പോൾ ഇൻട്രസ്റ്റും ഇനിഷ്യൽ പേയ്മെൻറ്റ്സും കൂടെ ചേർത്തടയ്ക്കണം. അതൊരു വലിയ എമൗണ്ട് ആയിട്ട് മാറും. ഇതുപോലെയായിരുന്നു എല്ലാ ലോണുകളുടെയും അവസ്ഥ. അപ്പോൾ റീഫിനാൻസിങ് ചെയ്ത് മറ്റൊരു ലോണിലേക്ക് ഇത് ടേക്ക് ഓവർ ചെയ്ത് മാറുന്ന സമയത്ത് മാത്രമേ അവർക്ക് വീണ്ടും ആ ഒരു എക്സിസ്റ്റൻസ് കിട്ടുള്ളൂ. ബാങ്കുകൾക്ക് റീഫിനാൻസിങ് ചെയ്യാനായിട്ട് ലെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് ഈ ഒരു കൊളാപ്സും മാറിയിട്ടുണ്ടായിരുന്നു. റീഫിനാൻസിങ് നടക്കാത്തത് കാരണം മാസീവായിട്ടുള്ള കൊളാപ്സ് ഉണ്ടായി മോർഗേജ് മാർക്കറ്റിൽ. കാരണം ഒരുപാട് വ്യക്തികൾക്ക് ഓൾറെഡി ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയത് കാരണം അവർക്ക് EMI അടയ്ക്കുന്നതിനൊക്കെ ആയിട്ടുള്ള പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി റീഫിനാൻസിങ്ങിൻ്റെ ബേർഡനും കൂടി ആയ സമയത്ത് മാസീവായിട്ടുള്ള കൊളാപ്സ് ആ ഒരു സെക്ടറിലുണ്ടായി എന്നുള്ളതാണ്. ഈ ലെൻഡിങ് ക്രൈസിസ് കാരണം ഇത് സത്യത്തിൽ മറ്റ് മേഖലകളിലേക്കും പടർന്നു എന്നുള്ളതാണ്. അത് സാധാരണ ബിസിനസ്സുകളെല്ലാം ഈ ഒരു പ്രോബ്ലം അഫക്റ്റ് ചെയ്തു. അവരുടെ ഡേ ടു ഡേ റുട്ടീനിലുള്ള ഫണ്ട് കണ്ടെത്തുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടി. പ്രത്യേകിച്ചും മക്ഡോവൽസ്, അതുപോലെ തന്നെ ടെസ്ല, ദെൻ ഫോർഡ്, ഇവരുടെ പല ഔട്ട്ലെറ്റ്സും പൂട്ടിപ്പോയി എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെടുകയും അൺഎംപ്ലോയ്മെൻറ്റ് വളരെയധികം ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ദാൻ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ വീണ്ടും ഡീഫോൾട്ട്സിൻ്റെ റേറ്റ്സ് വളരെയധികം കൂടുന്നൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ദാൻ ഇത് ടോട്ടൽ കൊലാപ്സിലേക്ക് എക്കോണമി എൻഡ് ചെയ്യുന്നൊരു പ്രോസസ്സിലേക്ക് എത്തുകയായിരുന്നു ടൈം ബീയിങ്. എന്തായാലും ഈ ഒരു കാലഘട്ടം US-നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം, അതായത് ഫൈനാൻഷ്യൽ സെക്ടറിൽ വളരെയധികം വില കൊടുക്കേണ്ടി വന്നൊരു കാലഘട്ടമായിരുന്നു. പ്രത്യേകിച്ചും മെറിൽ ലിഞ്ച്, ബെയർ സ്ട്രെയിൻ തുടങ്ങിയ ടോപ്പ് 5-നകത്ത് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സുകളുടെ ടേക്ക് ഓവർ, അതുപോലെ തന്നെ ലീമാൻ്റെ കൊളാപ്സ്, കൂടാതെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 456ഓളം ബാങ്കുകൾ കൊളാപ്സായി. സ്റ്റോക്ക് മാർക്കറ്റ് ഏകദേശം 57% ക്രാഷായി. കൂടാതെ MBSകൾ, ഏജൻസി MBSകൾ ഓൾമോസ്റ്റ് 40-60% ക്രാഷ് ഉണ്ടായി. ദാൻ നോൺ ഏജൻസി MBSകളാണെങ്കിൽ 80% ക്രാഷ് ഉണ്ടായി. അപ്പോൾ US-ൻ്റെ ചരിത്രത്തിലെ ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റാത്തൊരു ഇടമായിട്ട് ഈ ഒരു സമയം മാറുകയായിരുന്നു ചെയ്തത്. ഈ സമയത്താണ് ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ ഇടപെടലുകൾ അവിടെ ഉണ്ടാകുന്നത്. ബാങ്കിങ് സിസ്റ്റം കൊളാപ്സ് ആവുന്നു എന്നുണ്ടെങ്കിൽ എൻറ്റയർ എക്കോണമി കൊളാപ്സ് ആവും. 1929 നടന്ന അതേ ഇൻസിഡൻറ്റ് ഇവിടെ റീക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഈ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ കൊളാപ്സ് എങ്ങനെയാണ് എക്കോണമിയെ ബാധിക്കുന്നതെന്ന് നോക്കിയാൽ, ഫസ്റ്റ് ബാങ്കുകളുടെ ഇക്വിറ്റി വാല്യൂ, അതായത് എന്തെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം സെറ്റിൽ ചെയ്യേണ്ടത് ഇക്വിറ്റി ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് സെറ്റിൽ ചെയ്യേണ്ടത്. ഫസ്റ്റ്ലി ഇക്വിറ്റി ഹോൾഡേഴ്സിൻ്റെ ഫണ്ട്സ് മുഴുവൻ വൈപ്പ് ഔട്ട്. രണ്ടാമത്തെ റിസ്ക് ഒബ്സർവേഷൻ നടക്കുന്നത് ഡെപ്റ്റ് ഹോൾഡേഴ്സിൻ്റെ ഫണ്ടിൽ നിന്നായിരിക്കും. ദെൻ മൂന്നാമത് ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഫണ്ടിൽ. ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഫണ്ടിൽ നിന്ന് പറയുമ്പോൾ ലാർജ് ഡെപ്പോസിറ്റ്സ് ഹോൾഡ് ചെയ്യുന്നുള്ള ഫണ്ട്. ഫോർ എക്സാമ്പിൾ ഡെപ്പോസിറ്റിന് ഇൻഷുറൻസിനുള്ള ഫണ്ട് അത് സേഫ് ആയിരിക്കും. പക്ഷേ ഇൻഷുറൻസ് ഇല്ലാത്ത വലിയ ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സിൻ്റെ ഫണ്ട്സ് മുഴുവൻ വൈപ്പ് ഔട്ടാവും. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും വിഡ്രോവൽ വരും, ബാങ്കിൽ നിന്ന് പൂർണ്ണമായിട്ടും വിഡ്രോവൽ വരും. എക്കോണമി ഫുൾ ഫ്രീസ് ആവും. ഈ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടാതിരിക്കാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഈ ഒരു എക്കോണമിയിൽ ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം. ഇതിനായിട്ട് റെസ്ക്യൂ ടീം ബിൽഡ് ചെയ്തു. റെസ്ക്യൂ ടീമിൽ ബെൻ ബെർണാങ്കെ അതുപോലെ തന്നെ ഹെൻറി പോൾസൺ, ഇവർ രണ്ടുപേരുമായിരുന്നു
റെസ്ക്യൂ ടീം ഹാൻഡിൽ ചെയ്തിരുന്നത്. ബെൻ ബെർനാങ്കെ എന്ന് പറയുന്നത് ഫെഡറൽ റിസർവ്സിൻ്റെ ചെയർമാനായിരുന്നു. അതുപോലെ തന്നെ ഹെൻറി പോൾസൺ എന്ന് പറയുന്നത് US ട്രഷറി സെക്രട്ടറി ആയിരുന്നു. ഇവരുടെ കയ്യിലേക്കാണ് ഇതിൻ്റെ റെസ്ക്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഗവൺമെൻറ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഇതിൽ ഫെഡറൽ റിസർവ്സിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് മോണിറ്ററി ഈസിങ് ആയിരുന്നു. മോണിറ്ററി ഈസിങ് വളരെ ഇതൊരു കൺവെൻഷണൽ മെത്തേഡല്ല, അൺകൺവെൻഷണൽ മെത്തേഡാണ്. അതായത് എന്തെങ്കിലും കാരണത്താൽ എക്കോണമി ഒരു ഡിഫ്ലേഷണറി പ്രഷർ ഫേസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ മോണിറ്ററി ഈസിങ് എന്ന് പറയുന്ന പ്രൊസീജിയർ വെച്ചിട്ടാണ് സാധാരണ സെൻട്രൽ ബാങ്ക്സ് അതിനെ റിക്കവർ ചെയ്യുന്നത്. ഇനി ഇൻഫ്ലേഷണറി പ്രഷറിലാണെങ്കിലും മോണിറ്ററി ടൈറ്റനിങ് എന്ന് പറയുന്ന പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മോണിറ്ററി ഈസിങ് ആണ് സ്ട്രാറ്റജി ആയിട്ട് അഡോപ്റ്റ് ചെയ്തത്. മോണിറ്ററി ഈസിങ്ങിൻ്റെ പ്രധാന സ്ട്രാറ്റജീസ് ആണ് ഒന്ന് ഈൽഡ് കർവ് കൺട്രോൾ, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്, അതുപോലെ തന്നെ നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇതെല്ലാമാണ് മോണിറ്ററി ഈസിങ്ങിനകത്ത് വരുന്ന പ്രധാന സ്ട്രാറ്റജീസ്. മോണിറ്ററി ടൈറ്റനിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്ട്രാറ്റജീസാണ് ഒന്ന് ഫോർവേഡ് ഗൈഡൻസ്, രണ്ടാമത്തത് ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ്, അതുപോലെ തന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും മോണിറ്ററി ടൈറ്റനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസ്. ഇവിടെ ബെൻ ബെർനാങ്കെ അഡോപ്റ്റ് ചെയ്തത് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് ആയിരുന്നു. ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്ങിനായിട്ട് അദ്ദേഹം ഫോളോ അപ്പ് ചെയ്തത്, അതായത് അതിൻ്റെ കേസ് സ്റ്റഡി നടത്തിയത് 1992 സ്വിറ്റ്സർലാൻഡ് നടത്തിയൊരു ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 2001 2006 ഇടയ്ക്കായിട്ട് ജപ്പാനിൽ കൊണ്ടുവന്ന ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് പ്രോഗ്രാം ഉണ്ട്. ഈ രണ്ട് പ്രോഗ്രാംസിൻ്റെ റെഫറൽ വെച്ചിട്ടാണ് അദ്ദേഹം 2008 ഫൈനാൻഷ്യൽ ക്രൈസിസിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് പ്രൊസീജിയർ ഫ്രെയിംവർക്ക് ചെയ്തത്. പക്ഷേ ഇതിനകത്ത് ജാപ്പനീസ് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫ്ലോപ്പ് ആയിരുന്നു. അത് എക്സാക്റ്റ് അതിൻ്റെ ഒരു റിസൾട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടും എക്കോണമിയിൽ റിഫ്ലക്റ്റ് ചെയ്യില്ല, അത് എക്കോണമിക്ക് ഗുണമല്ല എന്നുള്ളൊരു നിരീക്ഷണമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്ങിൻ്റെ കൂടെ ചെയ്യേണ്ട, അതായത് ഫിസിക്കൽ സ്റ്റിമുലസ് കൊണ്ടുവരണം, അതായത് ഗവൺമെൻറ്റിൻ്റെ പോർഷനിൽ നിന്നുള്ള ഇടപെടൽ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് കൃത്യമായിട്ടും നടപ്പിലാക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളൊരു ഫൈൻഡിങ്സിലെത്തുകയും ഹെൻറി പോൾസണും ബെൻ ബെർനാങ്കെയും കൂടി ചേർന്ന് ഒരു മ്യൂച്വലി എഗ്രീഡ് ആയിട്ടുള്ള പോളിസി ഫ്രെയിംവർക്ക് ഫിക്സ് ചെയ്യായിരുന്നു ചെയ്തത്. ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ പ്രോഗ്രാംസ് ടോട്ടൽ പ്ലാൻ ചെയ്തിരുന്നത് $700 ബില്യൺ സപ്പോർട്ടായിരുന്നു. ഇത് ടേക്കപ്പ് ചെയ്തത് ഹെൻറി പോൾസൺ വഴിയായിരുന്നു. ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിയിലുള്ള അദ്ദേഹത്തിൻ്റെ നോളജ് അത് വളരെ കാര്യക്ഷമമായിട്ട് ഈ ഒരു ഫിസിക്കൽ പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. കാരണം ഒരിക്കലും അസറ്റുകൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാതെ ഇൻഡയറക്റ്റ്ലി ആയിരുന്നു അദ്ദേഹം സിസ്റ്റത്തിലേക്ക് ഫണ്ട് ഫ്ലോ കൊണ്ടുവന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നു എന്നുണ്ടെങ്കിൽ AIGക്ക് കൊടുത്ത ബെയിൽ ഔട്ട് പ്രോഗ്രാം, ഈ ബെയിൽ ഔട്ട് പ്രോഗ്രാമിനകത്ത് 79% AIGയുടെ ഓഹരിയുടെ പുറത്ത് ലോണായിട്ടാണ് എമൗണ്ട് പാസ് ചെയ്തിട്ടുള്ളത്. അതായത് ഇങ്ങനൊരു എമൗണ്ട് കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും AIGയുടെ ടോക്സിക് അസറ്റ്സ് ഒന്നും ഗവൺമെൻറ് ബാലൻസ് ഷീറ്റിലേക്ക് വരാതെ കൃത്യമായിട്ടും നിയന്ത്രണം കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ റീപേയ്മെൻറ്റ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അതൊരു ലോൺ പ്രൊസീജിയറിൽ ഹാൻഡിൽ ചെയ്തത്. ഇൻ കേസ് അത് അസറ്റായിട്ട് പർച്ചേസ് ചെയ്തിരുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇക്വിറ്റി ആയിട്ട് പർച്ചേസ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ബാലൻസ് ഷീറ്റിലേക്ക് ആ ടോക്സിക് അസറ്റ്സ് കൃത്യമായിട്ട് കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ കെയർഫുള്ളി ആണ് ഹെൻറി പോൾസൺ ആ ഒരു ബെയിൽ ഔട്ട് പ്രോഗ്രാം മാനേജ് ചെയ്തത്. ഈ ബെയിൽ ഔട്ട് പ്രോഗ്രാം മാത്രമല്ല, ടോട്ടൽ പ്രോഗ്രാംസ് എല്ലാം തന്നെ ഒരിക്കലും നേരിട്ട് പർച്ചേസ് ചെയ്യാതെ, അതായത് ഇക്വിറ്റീസ് ഒന്നും പർച്ചേസ് ചെയ്യാതെ തന്നെയാണ് ബാങ്കിങ് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ $700 ബില്യൺ പ്രോഗ്രാം ഇംപ്ലിമെൻ്റ് ചെയ്തത്. പക്ഷേ ഒരു $450 ബില്യൺ എയ്ഡ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 700 ആക്ച്വലി US കോൺഗ്രസ് അലോക്കേറ്റ് ചെയ്തു, പക്ഷേ $450 ബില്യൺ അവരത് വൈൻഡപ്പ് ചെയ്യുകയായിരുന്നു ചെയ്തത്. ഇതുവഴി ഏകദേശം $250 ബില്യൺ എയ്ഡ് 400ഓളം ബാങ്കുകൾക്ക് കിട്ടി എന്നുള്ളതാണ്.
ബാക്കി $200 ബില്യൺ സപ്പോർട്ട് പോയത് ഫനിമെ, ഫ്രെഡി മാക്, അതായത് GSE എൻറ്റിറ്റീസിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ടോട്ടൽ അങ്ങനെ $450 ബില്യൺ പ്രോഗ്രാമാണ് ഫിസിക്കൽ സ്റ്റിമുലസ് വഴി ഗവൺമെൻറ് ഓഫർ ചെയ്തത്. ഇതേ സാഹചര്യത്തിൽ തന്നെ $1.25 ട്രില്യൺ പാക്കേജായിരുന്നു US ഫെഡറൽ റിസർവ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ $1.25 ട്രില്യൺ പ്രോഗ്രാം ഫെഡറൽ റിസർവ് ചെയ്തത് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് പ്രൊസീജിയർ വഴിയാണ്. ഫെഡറൽ റിസർവ് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് നടത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് നിയർ ടു സീറോ ലെവൽസിലേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ കാരണം ഈ ഒരു പ്രൊസീജിയറാണ്. ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് ചെയ്യുന്നതിന് മുമ്പ് ഇനിഷ്യൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് നിയർ ടു സീറോ എത്തിക്കുക എന്നതാണ്. ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എക്കോണമിയിലേക്ക് ഫണ്ട് ബൂസ്റ്റ് ചെയ്തുകൊണ്ട്, അതായത് എക്കോണമിയിലുള്ള അസറ്റ്സ് പർച്ചേസ് ചെയ്തുകൊണ്ട് ഫണ്ട് ബൂസ്റ്റ് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ബോൺസ്, ഡിബഞ്ചേഴ്സ് ഇങ്ങനെയുള്ളത് ഫെഡറൽ റിസർവ്സ് നേരിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ടാണ് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് പ്രോസസ്സ് നടക്കുന്നത്. ഇതുവഴി എക്കോണമിയിലേക്ക് ഫണ്ട് ഫ്ലോ വരുന്നു എന്നുള്ളത് ഗവൺമെൻറ് എൻഷുർ ചെയ്യുന്നൊരു പ്രോസസ്സാണിത്. ഇവിടെ നടന്നത്, ഇവിടുത്തെ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത GSE അണ്ടർടേക്ക് ചെയ്തിട്ടുള്ള MBSകളായിരുന്നു പർച്ചേസ് ചെയ്തത്. അതായത് ഒരിക്കലും സബ്പ്രൈം ലോൺ അണ്ടർടേക്ക് ചെയ്തിട്ടുള്ള MBSകളോ CDOകളോ ഇതിൻ്റെ ഭാഗമായിട്ട് പർച്ചേസ് ചെയ്യപ്പെട്ടില്ല. GSEയുടെ അണ്ടറിൽ വരുന്ന പ്രൈം ലോൺ കാറ്റഗറിയിൽ വരുന്ന GSEs അണ്ടർടേക്ക് ചെയ്തിട്ടുള്ള MBSകൾ പർച്ചേസ് ചെയ്തുകൊണ്ടാണ്, 1.25 ട്രില്യൺ MBS പർച്ചേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് ഇംപ്ലിമെൻ്റ് ചെയ്തത്. അപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നൊരു വസ്തുത എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഫണ്ട് സേഫ് ഗാർഡ് ചെയ്തിട്ടാണ് എല്ലാ പ്രോസസ്സും ചെയ്തത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫിസിക്കൽ പ്രോഗ്രാംസ് ആണെങ്കിലും ഒരിക്കലും നേരിട്ട് ഒന്നിലും ഇൻവോൾവ് ചെയ്യാതെയായിരുന്നു പേയ്മെൻറ്റ്സ് കൊടുത്തിരുന്നത്. ഇപ്പം ബാങ്ക്സിന് കൊടുത്ത ബെയിൽ ഔട്ട്സ് ആയി കഴിഞ്ഞാലും അതെല്ലാം പ്രിഫറൻഷ്യൽ ഷെയർസ് ആയിട്ടും അതുപോലെ തന്നെ വാറൻസ് ആയിട്ടും ഒക്കെ ആയിരുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് പുഷ് ചെയ്തിരുന്നത്. ദ മീൻ ടൈം ഇവിടെ ചെയ്ത പ്രോഗ്രാം, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് പ്രോഗ്രാം ആണെങ്കിൽ പോലും അതിനകത്ത് ഉറപ്പുവരുത്തിയ ഒരു കാര്യം, അസറ്റ്സ്, കയ്യിലേക്ക് വരുന്ന അസറ്റ്സ് ഒരിക്കലും ഒരു ടോക്സിക് അസറ്റ് അല്ല എന്നുള്ള കാര്യം ഗവൺമെൻറ് ഉറപ്പുവരുത്തിയിരുന്നു. ഇതിലൂടെ ഗവൺമെൻറ് ഉദ്ദേശിച്ചത് ഫണ്ട് ഫ്ലോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ്. അല്ലാതെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ആ ഒരു പർട്ടിക്കുലർ ബേർഡൻ എടുക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളൊന്നും കൊണ്ടുവന്നില്ല. ഫെഡറൽ റിസർവ്സ് QE പ്രോഗ്രാംസിലൂടെ ആദ്യം 1.25, പിന്നെ സെക്കൻഡ് ടേം, തേർഡ് ടൈം, അങ്ങനെ ടോട്ടൽ $3.5 ട്രില്യൺ QE പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഈ QE പ്രോഗ്രാംസിന് ആദ്യത്തെ പ്രോഗ്രാം ഒഴിച്ച് ബാക്കിയെല്ലാം ലോണുകളായിട്ടാണ്. പലപ്പോഴും ബാങ്കുകൾക്ക് ലോണുകളായിട്ട്, വിവിധ തരത്തിലുള്ള ലോണുകളായിട്ട് ബാക്കി എമൗണ്ട് കൊടുക്കുകയായിരുന്നു ചെയ്തത്. അതുപോലെ തന്നെ ഫിസിക്കൽ പ്രോഗ്രാം വഴി ഏകദേശം $1 ട്രില്യൺ എയ്ഡും എക്കോണമിയിലേക്ക് വന്നിട്ടുണ്ട്. ടോട്ടൽ $4.5 ട്രില്യൺ എയ്ഡായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ റെസിഷൻ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ പോർഷനിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ. എന്തുതന്നെയായാലും 2009 അവസാന ക്വാർട്ടർ ഇയറോട് കൂടെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്ങിൻ്റെ ഭാഗമായിട്ട് നടന്ന പ്രൊസീജിയേഴ്സ് വഴി തന്നെ എക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് US കഴിഞ്ഞു. 2009 ലാസ്റ്റ് ക്വാർട്ടർ ഇയർ ആയപ്പോൾ തന്നെ US GDP 1.30 ഗ്രോത്ത് രേഖപ്പെടുത്തിയിട്ട് ഒഫീഷ്യലി ഫൈനാൻഷ്യൽ ക്രൈസിസ് അവിടെ എൻഡപ്പായി എന്നുള്ളൊരു ഡിക്ലറേഷനിലേക്ക് എത്തി എന്നുള്ളതാണ്. then ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഗവൺമെൻറ് അവരുടെ ഫണ്ട് സേഫ് ഗാർഡ് ചെയ്താണ് ഇൻവെസ്റ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നു 2014 കൂടെ തന്നെ AIG കൊടുത്ത ബെയിൽ ഔട്ട് എമൗണ്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് എമൗണ്ട് ഗവൺമെൻറ്റിന് തിരിച്ച് പിടിക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ മറ്റ് ബാങ്കുകൾക്ക് കൊടുത്ത എമൗണ്ട്സും 2017 കൂടെ ഈവൻ ദോ ഫനിമെ, ഫ്രെഡി മാക്കിന് കൊടുത്ത എമൗണ്ട്സും അത് റിക്കവർ ചെയ്തു. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് പ്രോഗ്രാം വഴി കൊടുത്ത ഓൾമോസ്റ്റ് എമൗണ്ട്, അതായത് ഫസ്റ്റ് നടത്തിയ $1.25 ട്രില്യൺ എമൗണ്ട്സ് എല്ലാം തന്നെ സേഫ് ഗാർഡ് ചെയ്തു. ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് വഴി ഈ ഒരു എമൗണ്ട് പമ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ടും ബെൻബനാക്കയ്ക്ക് ധാരണയുണ്ടായിരുന്നു. കാരണം ഫണ്ട് ഫ്ലോ എക്കോണമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർമലി
പർച്ചേസിങ് നടക്കും. പർച്ചേസിങ് അതുപോലെ തന്നെ അതായത് ബോറോയിങ്, ലെൻഡിങ്, ഈ ഒരു ആക്ടിവിറ്റി നടക്കുന്ന സമയത്ത് ഡീഫ്ലേഷനിൽ നിന്ന് ഇൻഫ്ലേഷനിലേക്ക് എക്കോണമി ഡീവിയേറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി അല്ല, ഡീവിയേറ്റ് ചെയ്യും എന്ന് തന്നെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഈ ഇൻഫ്ലേഷൻ, അതായത് ഒരു കൺട്രോൾഡ് ഇൻഫ്ലേഷനിലേക്ക് എത്തുന്ന സമയം GDP ഗ്രോത്ത് സ്റ്റെബിലൈസ് ചെയ്യുകയും ദെൻ അവിടെ നിന്നിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്തുകൊണ്ട് എക്സിസ്റ്റിംഗ് മേടിച്ചിട്ടുള്ള MPSകൾ കൂടിയ വിലയ്ക്ക് അത് വിൽക്കാനോ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് റവന്യൂ വെച്ചിട്ട് അതിനെ മിറ്റിഗേറ്റ് ചെയ്യാനോ സാധിക്കും എന്നുള്ള കൃത്യമായ ധാരണയുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു അറ്റംപ്റ്റ് ആയിരുന്നു ഗവൺമെൻറ്റിൻ്റെ പോർഷനിൽ നിന്നുണ്ടായിട്ടുള്ളത്. കൂടാതെ തന്നെ ബാങ്കുകളും വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. പക്ഷേ ഇവിടെ ഈ ഒരു സിസ്റ്റത്തിലെ റിസ്ക് ഫാക്ടേഴ്സ് മുഴുവൻ മറ്റ് പല സ്ഥലങ്ങളിലേക്ക് ഫോഴ്സ് ചെയ്ത് പുഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഏത് മേഖലയിലേക്കാണ് പോയി എന്നുള്ളത് അത് വലിയൊരു ക്വസ്റ്റ്യനാണ്. അതോടൊപ്പം നമുക്ക് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം, US ഗവൺമെൻറ്റിൻ്റെ തന്നെ അല്ലെങ്കിൽ US ഫെഡറൽ റിസർവ്സിൻ്റെയും അനാസ്ഥ പല മേഖലയിലും ബാധിച്ചത് കാരണമാണ് ഈ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ഇനിഷ്യേറ്റ് ആയത് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ഇതിൻ്റെ പുറകിൽ. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നു, ഒന്ന്, ഗ്ലാസ്-സ്റ്റീഗൽ ആക്ട് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഗ്രാം-ലീച്ച്-ബ്ലൈലി ആക്ട് നിലവിൽ വന്നപ്പോൾ തന്നെ ഇൻ്റർ കണക്ഷൻ, അതായത് ബാങ്കുകളും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സും തമ്മിലുള്ള ഇൻ്റർ കണക്ഷൻ ഉണ്ടാകും എന്നുള്ളതിന് കൃത്യമായിട്ട് ധാരണയുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ഈ ഒരു ഇൻ്റർ കണക്ഷൻ ട്രാക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഫെഡറൽ റിസർവ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരുക്കിയിരുന്നില്ല എന്നുള്ളത് സത്യം. ഇത് സത്യം പറഞ്ഞാൽ അലൻ ഗ്രീൻസ്പാൻ്റെ സമയത്ത് നടന്ന ഇൻസിഡൻ്റാണ്. അലൻ ഗ്രീൻസ്പാൻ എന്ന് പറയുന്നത് ഒരു ടോപ്പ് എക്കോണമിസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ക്ലിൻ്റൺ അഡ്മിനിസ്ട്രേഷൻ്റെയും ബുഷ് അഡ്മിനിസ്ട്രേഷൻ്റെ ടൈമിലും ഫെഡറൽ റിസർവ്സിൻ്റെ ചെയർമാനായിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അനാസ്ഥ, അപ്പോഴും എക്സാക്റ്റ് സിസ്റ്റംസ് ഈ ഒരു പ്രൊസീജിയർ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് കാണിച്ച വിമുഖത, ഇത് കാലക്രമേണ ക്രൈസിസിലേക്ക് നയിച്ചു എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. കാരണം ഷാഡോ എക്സ്ചേഞ്ചുകൾ ട്രാക്ക് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. ഷാഡോ എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനം ട്രാക്ക് ചെയ്യുന്നതിലും അതുപോലെ തന്നെ ബാങ്കുകളുടെ റിപ്പോ മാർക്കറ്റിൻ്റെ പ്രവർത്തനം, ഇത് ഷാഡോ എക്സ്ചേഞ്ചുകളും റിപ്പോ മാർക്കറ്റും കണക്റ്റഡ് ആയിരുന്നു. ഈ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് കാര്യക്ഷമമായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് ഫെഡറൽ റിസർവ്സിന് സാധിച്ചിരുന്നില്ല. ഇതൊരു പ്രധാനപ്പെട്ട കാരണം. ഈ കാലഘട്ടത്തിൽ സെൻട്രൽ ബാങ്ക് ഉപയോഗിച്ചിരുന്ന മെത്തേഡ് ലിനിയർ മോഡൽ, അതായത് രണ്ട് തരം അനാലിസിസ് ആണ് സെൻട്രൽ ബാങ്ക്സ് സാധാരണഗതിയിൽ മാർക്കറ്റിൽ ചെയ്യുന്നത്. ഒന്ന് ലിനിയർ മോഡലും രണ്ടാമത്തത് നോൺ ലിനിയർ മോഡൽസും. ലിനിയർ മോഡൽസ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ വേ ഓഫ് അനാലിസിസ് ആണ്. കാരണം ഇൻഫ്ലേഷൻ ഡീഫ്ലേഷണറി ഫ്രെയിംസിനെ ഒബ്സർവ് ചെയ്യാനും അതിനനുസരിച്ചിട്ട് ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ചസ് ഉണ്ടാക്കാനും ഷോർട്ട് ടൈം എക്കണോമിക് കോൺസിക്വൻസുകൾ മാത്രം ഐഡൻറ്റിഫൈ ചെയ്യാനും ഉപയോഗിക്കുന്ന മെത്തേഡാണ് ലിനിയർ മോഡൽസ് എന്ന് പറയുന്നത്. പക്ഷേ നോൺ ലിനിയർ മോഡൽസ് കുറച്ചുകൂടി ബ്രോഡറാണ്. എക്കോണമിയിൽ ഉണ്ടാകുന്ന ഇൻ്റർ കണക്ഷൻ, ലൈക്ക് ഫൈനാൻഷ്യൽ മാർക്കറ്റും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ള ഇൻ്റർ കണക്ഷൻ, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ മാർക്കറ്റും ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ, അതുപോലെ തന്നെ GDP, എല്ലാ മേഖലകളിലും ഉള്ള ഇൻ്റർ കണക്ഷൻ ഒബ്സർവ് ചെയ്യാനായിട്ട് നോൺ ലിനിയർ മോഡൽസിന് സാധിക്കും. പക്ഷേ ഇവിടെ സത്യം പറഞ്ഞാൽ ഏർലി 90s തന്നെ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് നോൺ ലിനിയർ മോഡൽസ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ US ഈ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കാരണം ബാങ്കിങ് സെക്ടറിലേക്ക് ഒരു ആക്സസ്, അതിൻ്റെ ഇൻ്റർ കണക്ഷൻ ആക്സസ് സെൻട്രൽ ബാങ്ക്സിന് ഇല്ല എന്ന് പറയുന്നത് കൃത്യമായിട്ടുമുള്ളൊരു റെഗുലേറ്ററി ഫെയിലിയർ തന്നെയായിരുന്നു. നോൺ ലിനിയർ മോഡൽസിൽ ഏറ്റവും സജസ്റ്റീവായിട്ടുള്ളൊരു ടൂളാണ് ഡൈനാമിക് സ്റ്റോക്കാസ്റ്റിക് ജനറൽ എക്വിലിബ്രിയം മോഡൽസ് എന്ന് പറയുന്നത്. ഇത് 1980s മുതൽ തന്നെ പ്രാബല്യത്തിലുണ്ടായിരുന്നതാണ്. 1990s യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് അത് നോൺ ലിനിയർ മോഡൽസ് ആയിട്ട് അവരുടെ നോൺ ലിനിയർ അനാലിസിസ് ഇൻ്റർഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ മോഡൽസ് ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇതിനെക്കുറിച്ച് അലൻ ഗ്രീൻസ്പാന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. പക്ഷേ അത് അഡോപ്റ്റ് ചെയ്യപ്പെട്ടില്ല. ആ ഒരു കാലഘട്ടത്തിൽ അത് അഡോപ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു. ഈ അഡോപ്ഷൻ ഫെയിലിയർ സത്യം പറഞ്ഞാൽ സെൻട്രൽ ബാങ്ക്സിൻ്റെ സത്യത്തിൽ മാർക്കറ്റിലേക്കുള്ള വിസിബിലിറ്റി കംപ്ലീറ്റ്ലി കട്ട് ചെയ്യും. പക്ഷേ QE പ്രോഗ്രാം കഴിഞ്ഞ ശേഷം
പെൻ ബെർണാങ്കെ നോൺ ലീനിയർ മോഡലിലേക്ക്, അതായത് ഡൈനാമിക് സ്റ്റോക്കാസ്റ്റിക് ജനറൽ ഇക്വിലിബ്രിയം മോഡൽസിലേക്ക് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് പിന്നെ ഉണ്ടായത്. ഇതിലെ രണ്ടാമത്തെ ഒരു വലിയ ഫെയിലിയർ ഗവൺമെൻറ്റിൻ്റെ പോർഷനിൽ നിന്നുണ്ടായത് M2M അക്കൗണ്ടിങ് മോഡൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുള്ളതാണ്. 2007 M2M അക്കൗണ്ടിങ് ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സ്പെഷ്യലി ഈ പറയുന്ന ഓവർ ദി കൗണ്ടർ കോൺട്രാക്ട്സുകളിലേക്ക് അതിൻ്റെ ട്രാൻസാക്ഷൻസ് എല്ലാം M2M അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരിക എന്നൊരു നിയമം പാസ്സാക്കി. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈ M2M അക്കൗണ്ടിങ് റൂൾസ് പ്രകാരം നമ്മൾ അക്കൗണ്ട്സ് എൻറ്റർ ചെയ്യുന്ന സമയത്ത് അതത് ദിവസത്തെ പ്രൈസിൽ സെറ്റിൽമെൻറ്റ് എന്നുള്ള നിലയ്ക്കാണ് M2M അക്കൗണ്ടിങ്. പക്ഷേ അതിന് മുമ്പ് ഉണ്ടായിരുന്ന അക്കൗണ്ടിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡ് എന്ന് പറയും. ഈ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡിൻ്റെ ഒരു വേ ഓഫ് അപ്രോച്ച് എന്ന് പറയുന്നത്, ഞാനൊരു അസറ്റ് മേടിച്ചു, അതിൻ്റെ വില ഇന്ന് 1000 rupees ആണെന്ന് വയ്ക്കുക. മാർക്കറ്റ് പ്രൈസ് ഏത് ഡയറക്ഷനിലേക്ക് വോളറ്റൈൽ ആയാലും അല്ലെങ്കിൽ വേരി ചെയ്താലും വൺസ് ഞാനത് വിൽക്കുന്ന സമയത്ത് മാത്രമേ അതിൻ്റെ അക്കൗണ്ടിൽ റിഫ്ലക്റ്റ് ആവുള്ളൂ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1000 മേടിച്ചു, ഞാൻ 900 rupees അത് സെല്ല് ചെയ്യുന്നെങ്കിൽ മാത്രമേ അത് എൻ്റെ അക്കൗണ്ടിലേക്ക് അത് റിഫ്ലക്റ്റ് ആവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ചേഞ്ച് വന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അക്കൗണ്ടിൽ കാണുന്നത് ഞാൻ എത്ര രൂപയ്ക്കാണോ ബൈ ചെയ്തത് ആ പ്രൈസ് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ്, അതായത് M2M അക്കൗണ്ടിൽ അതത് ദിവസത്തെ പ്രൈസിന് സെറ്റിൽമെൻറ്റ് നടക്കുകയും ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണോ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ആവുന്നത് ആ സമയത്ത് മാത്രമേ അതിൻ്റെ അക്കൗണ്ടിൽ അത് ക്ലിയർ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ചേഞ്ച് സത്യം പറഞ്ഞാൽ M2Mലേക്ക് വന്നപ്പോൾ ആൾക്കാരുടെ പാനിക്നെസ് വളരെ ഇൻക്രീസ് ചെയ്തു. കാരണം അതത് ദിവസം നോക്കുന്ന സമയത്ത് ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് ഒരു 20% ക്രാഷ് ആയി കഴിഞ്ഞാൽ അക്കൗണ്ടിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് 20% ക്രാഷായ എമൗണ്ടാണ്. അപ്പോൾ ഈ ഒരു പാനിക്നെസ്സിലാണ് സത്യം പറഞ്ഞാൽ സത്യത്തിൽ ഈ ഒരു സമയത്ത്, ഈ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് നടക്കുന്ന സാഹചര്യത്തിൽ ഹോം പ്രൈസുകൾ 25% മാത്രമേ ആവറേജ് ക്രാഷ് ആയിട്ടുള്ളൂ. അപ്പോൾ 25% ഹോം പ്രൈസ് ക്രാഷായി എന്ന് കരുതി ഒരു എക്കോണമിയിൽ റെസിഷൻ ഉണ്ടാവേണ്ട യാതൊരു ആവശ്യവും ഇല്ല. കാരണം ഈ ഹോം പ്രൈസ് വർഷങ്ങളായിട്ട് അപ്സൈഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സാഹചര്യമായിരുന്നു. പെട്ടെന്നൊരു 25% ക്രാഷ് ഒരു പർട്ടിക്കുലർ ഇയേഴ്സിൽ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഇത്രത്തോളം ക്രാഷ് ഉണ്ടാവേണ്ട കാര്യമില്ല. ഇവിടെ അൺവാണ്ടഡ് ആയിട്ടുള്ള പാനിക്നെസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ഈ അക്കൗണ്ടിങ്ങിൻ്റെ പ്രൊസീജിയർ പ്രകാരം പലപ്പോഴും യാതൊരു ആവശ്യവുമില്ലാതെ, ഈവൻ ദോ അസറ്റ്സ് ഒക്കെ അവിടെ ഉണ്ട്, വേറെ പ്രോബ്ലം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും പേപ്പറിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് മാസീവായിട്ടുള്ള ലോസസ് ആയിട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സിനാരിയോ ജനറേറ്റ് ചെയ്തത് ഈ ഒരു ക്രൈസിസിൻ്റെ ആഴം വളരെയധികം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കോൺസിക്വൻസസ് ഫേസ് ചെയ്തത് സാധാരണ ജനങ്ങളും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സുമായിരുന്നു. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രധാന പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. MBSൻ്റെ പ്രൈസിംഗ് മോഡലിൻ്റെ ഡിസൈൻ കൃത്യമായ ക്ലാരിറ്റി ഇല്ലാത്തൊരു പ്രൈസിംഗ് മോഡൽ സ്ട്രക്ചറായിരുന്നു ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. പോസ്റ്റ് മാർക്കറ്റ് ക്രൈസിസിൽ അതിൻ്റെ സ്ട്രക്ചറിൽ കാര്യമായ ചേഞ്ചസ് കൊണ്ടുവന്നു. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് കട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റിസ്ക് പ്രോബബിലിറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് അതിനെ റീഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആദ്യത്തെ ഫ്രെയിമിംഗ് മോഡലിനകത്ത് കൃത്യമായിട്ടും റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റാത്തൊരു അങ്ങനൊരു സ്ട്രക്ചറിങ് ആയിരുന്നു MBSകൾക്ക് കൊടുത്തിരുന്നത്. MBSകളുടെ പ്രൈസ് ഡിസൈൻ ചെയ്തിരുന്നത് പ്രധാനമായിട്ടും 5 ഘടകങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ഒന്നാമത്തത് ഇൻട്രസ്റ്റ് റേറ്റ്, രണ്ടാമത്തത് പ്രീ ക്ലോഷർ റിസ്ക്, മൂന്നാമത്തത് മാർക്കറ്റ് കണ്ടീഷൻസ്, നാലാമത്തത് ടൈം ടു മെച്യൂരിറ്റി, അഞ്ചാമത്തത് ക്രെഡിറ്റ് ഹിസ്റ്ററി. ഈ 5 ഘടകങ്ങളെ ബേസ് ചെയ്തിട്ടായിരുന്നു MBSൻ്റെ പ്രൈസിങ് ഡിസൈൻ ചെയ്തിരുന്നത്. ഈ മൂല്യനിർണ്ണയ രീതിയിലുണ്ടായിരുന്ന പ്രധാന പോരായ്മ, MBSകൾക്കൊരു അടിസ്ഥാന മൂല്യമുണ്ട്. കാരണം ഇതിൻ്റെ അണ്ടർലൈൻ എന്ന് പറയുന്നത് എന്തായാലും ഒരു വീട് എന്ന് പറയുന്നൊരു അണ്ടർലൈൻ അവിടെ ഉണ്ട്. ഈ ഒരു അണ്ടർലൈങ് അസറ്റ് എന്തെങ്കിലും കാരണവശാൽ ഒരു ക്രെഡിറ്റ് ഇവൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ അണ്ടർലൈങ് അസറ്റ് സെല്ല് ചെയ്ത ശേഷം ഇത് MBS ഹോൾഡർക്ക് സെറ്റിൽ ചെയ്യേണ്ട ബാധ്യത ബാങ്കിനുണ്ട്.
പക്ഷേ ഈ ഒരു അണ്ടർലൈങ് അസറ്റ് ഉപയോഗിച്ച് സെറ്റിൽമെൻറ്റ് നടക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു മെഷർമെൻറ്റ്സും പ്രൈസിങ് മോഡലിനകത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ പ്രൈസിങ് മോഡലിനകത്ത് ഒരിക്കലും ഇൻഡിവിജ്വൽ മോർഗേജ് ഹോൾഡർ അല്ലെങ്കിൽ ലോൺ ഹോൾഡേഴ്സിൻ്റെ ക്രെഡിറ്റ് ഹിസ്റ്ററിയോ അവരുടെ ഡെറ്റ് ടു ഇൻകം റേഷ്യോ DTI റേഷ്യോയോ ഒരിടത്തും തന്നെ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ക്വാളിറ്റി അനലൈസ് ചെയ്യുന്നതിന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ക്രാഷ് വരുന്ന സമയത്ത് ഇത് എക്സാക്ട് ക്വാളിറ്റി മെഷർ ചെയ്യാനോ അതുപോലെ തന്നെ ഇതിനകത്തുള്ള റീപേയ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള സ്ട്രക്ചർ എന്താണെന്നതിനെ കുറിച്ചിട്ടോ കൃത്യമായ ധാരണയില്ല. ഓർഗനൈസേഷൻസ് എപ്പോഴും റിലേ ചെയ്തിരുന്നത് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി കൊടുത്തിട്ടുള്ള റേറ്റിംഗ് മാത്രമായിരുന്നു. പക്ഷേ ആദ്യം ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് കൊടുത്തിരുന്ന മെത്തേഡ്, അതായത് ഫോളോ ചെയ്തിരുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഹൗസിംഗ് മാർക്കറ്റിൻ്റെ ഹിസ്റ്റോറിക്കൽ ഗ്രോത്തും അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ഡീഫോൾട്ട് റേറ്റ്സും വെച്ചിട്ടായിരുന്നു ക്രെഡിറ്റ് റേറ്റിംഗ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇത് തികച്ചും അശാസ്ത്രീയമായിട്ടുള്ളൊരു മെത്തേഡായിരുന്നു. പക്ഷേ ഓർഗനൈസേഷൻസ് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അതിനെ ഹെവി ആയിട്ട് റിലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് മെഷർ ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ മെഷർ ചെയ്യുന്നതിനുള്ള യാതൊരു വിധത്തിലുള്ള പ്രോബബിലിറ്റിയും ഇല്ല. ദെൻ പോസ്റ്റ് ക്രൈസിസ് അല്ലാന്നുണ്ടെങ്കിൽ പോസ്റ്റ് ക്രൈസിസ് ഇത് എല്ലാം തന്നെ പ്രൈസിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായി. പക്ഷേ അതിനു മുന്നേ തന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് റീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റീസ്ട്രക്ചർ ചെയ്ത സമയത്ത് സ്ട്രെസ് ടെസ്റ്റ് ഉൾപ്പെടെ അതിനകത്ത് കൊണ്ടുവന്നു. സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്കണോമിയിൽ ഉണ്ടാകുന്ന ഡിഫറെൻറ്റ് സിനാരിയോസിനകത്ത് എങ്ങനെ ഇതിൻ്റെ പ്രൈസിങ് വർക്ക് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സ്ട്രെസ് ടെസ്റ്റിംഗ്, അതുപോലെ തന്നെ ക്ലാരിറ്റി കൊണ്ടുവന്നു. ഇവരുടെ DTI റേഷ്യോ എത്രയുണ്ടായിരുന്നു, ഓരോ MBSനെയും അതിനകത്തുള്ള ഹോൾഡേഴ്സിൻ്റെ DTI റേഷ്യോ എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻഡിവിജ്വൽ ബേസിസ് ക്രെഡിറ്റ് റേറ്റിംഗ് എങ്ങനെയാണ്, ഡീറ്റെയിൽ അനാലിസിസ് ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ചേഞ്ച് ചെയ്ത സമയത്ത് ഒരുപാട് MBSകൾ ജങ്ക് കാറ്റഗറിയിലേക്ക് മാറപ്പെട്ടത്. പ്രൈസിങ് മെത്തഡോളജിയിലുള്ള ഈ ഒരു ഗ്യാപ്പ് വളരെയധികം കൺഫ്യൂഷൻസ് ഇൻവെസ്റ്റേഴ്സിനെ സൃഷ്ടിച്ചു. ഇതൊരു വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം 25% മാത്രം ആവറേജ് ഹൗസിംഗ് മാർക്കറ്റിൽ കൊളാപ്സ് ഉണ്ടായപ്പോൾ MBSകളുടെ വാല്യൂ 80% താഴെ പോയി എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് M2M അക്കൗണ്ടിങ്ങിനകത്ത് വന്ന സ്ട്രക്ചറൽ ചേഞ്ചസും അതുപോലെ തന്നെ പ്രൈസിങ് പ്രൊസീജിയേഴ്സിനകത്തുള്ള ഈ ഒരു പോരായ്മ തമ്മിലുള്ള ഇൻ്റർ കണക്ഷനാണ്. ഈ ഒരു ക്രൈസിസിൻ്റെ റിസ്ക് അഫക്റ്റ് ചെയ്തത് കൂടുതലും ലോവർ ഇൻകം കമ്മ്യൂണിറ്റിയിലേക്കാണ് വന്നത്. പ്രധാനമായിട്ടും സ്മോൾ മീഡിയം സെക്ടർ കമ്പനികളെ ഈ ഒരു ക്രൈസിസ് വളരെ കാര്യമായിട്ട് ബാധിച്ചു. ഈ പ്രൈവറ്റ് സെക്ടറിനെ അഫക്റ്റ് ചെയ്ത സമയത്ത് ആൾക്കാരുടെ ഏകദേശം 80 ലക്ഷത്തിന് പുറത്ത് ആൾക്കാരുടെ ജോലി നഷ്ടപ്പെട്ടു. അത് മാത്രമല്ല, എക്സിസ്റ്റിംഗ് കിട്ടിക്കൊണ്ടിരുന്ന വേതനത്തിൻ്റെ പകുതി വേതനത്തിലേക്ക് പലരുടെയും സാലറി സ്ട്രക്ചർ ചുരുങ്ങുന്നൊരു അവസ്ഥയുണ്ടായി. അപ്പോൾ ഇതെല്ലാം സാധാരണക്കാരെ വളരെ ഭീകരമായിട്ടാണ് അഫക്റ്റ് ചെയ്തത്. മാത്രമല്ല, ഏകദേശം 18 ലക്ഷത്തോളം കമ്പനികൾ എന്നേക്കുമായിട്ട് വൈപ്പ് ഔട്ടായി എന്നുള്ളതാണ് ഈ ഒരു ക്രൈസിസിൻ്റെ, അതും സ്മോൾ മീഡിയം സെക്ടറിലുള്ള കമ്പനികൾ വൈപ്പ് ഔട്ടായി പോയി എന്നുള്ളതാണ്. കാര്യം അവർക്ക് ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കാത്ത അവസ്ഥ വന്നു. ഏകദേശം 1 കോടി വീടുകളോളമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഫോഴ്സ് ക്ലോഷറിന് വിധേയമായത്. ഇതിൻ്റെ ഭാഗമായിട്ട് 2,70,00,000 പരം ആളുകൾ അവർക്ക് ഹോംലെസ് ആയിട്ട് മാറുകയായിരുന്നു ചെയ്തത്. മാത്രമല്ല, ഒരു 4,90,00,000 മേളിൽ ആൾക്കാർ അവരുടെ ഇൻഷുറൻസ് പരിരക്ഷയിൽ നിന്ന്, മെഡിക്കൽ ഇൻഷുറൻസ് പരിരക്ഷയിൽ നിന്ന് മാറപ്പെട്ടു. മീൻസ് അവർക്കത് കറക്റ്റായിട്ട് റെഗുലർ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്തത് കാരണം ഒരു സ്കീമിൽ നിന്ന് പുറത്താകപ്പെട്ടു. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് ഏകദേശം 1,80,000 ആൾക്കാർ ഒരു കൃത്യമായിട്ടുള്ള മെഡിക്കൽ എയ്ഡ് കിട്ടാതെ ഈ കാലഘട്ടത്തിൽ മരണപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ അത് മാത്രമല്ല, ഏകദേശം 1,45,000 ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നൊരു
കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. 25 ലക്ഷത്തിൽ പരം കുട്ടികൾ മാൽന്യൂട്രീഷൻസിൻ്റെ പിടിയിലേക്ക് ഈ ഒരു ക്രൈസിസ് പെട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രമല്ല 1.5 crore പെൻഷനേഴ്സിന് അവരുടെ പെൻഷൻ സ്ട്രക്കാവുന്ന സാഹചര്യമുണ്ടായി, പെൻഷൻ ഫണ്ട്സുകളുടെ ബാങ്ക്രപ്സി കാരണം. അതുമാത്രമല്ല ഏകദേശം 2,50,00,000 മ്യൂച്വൽ ഫണ്ട് ഹോൾഡേഴ്സിന് ഭീമമായിട്ടുള്ള നഷ്ടമുണ്ടായി. അപ്പോൾ ഇതെല്ലാം അഫക്റ്റ് ചെയ്യുന്നത് സാധാരണ ജനവിഭാഗങ്ങളെയാണ്. ഇങ്ങനൊരു ട്രാൻസ്ഫോർമേഷൻ അതിനകത്ത് നടന്നിട്ടുണ്ട്. കാരണം ഈ ഒരു റിസ്ക് ബിൽഡ് ചെയ്യപ്പെട്ടത് ടോപ്പ് ലെവലിൽ ഉണ്ടായിട്ടുള്ള പ്രോബ്ലംസിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷെ അതിൻ്റെ ഇമ്പാക്റ്റ് മുഴുവൻ അനുഭവിച്ചത് സാധാരണ ക്രൗഡാണ്. ഇതാണ് ക്യാപിറ്റലിസത്തിൻ്റെ, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രീ മാർക്കറ്റ് ക്യാപിറ്റലിസ്റ്റിക് കൺട്രികളുടെ ഒരു പ്രോബ്ലം. അത് എപ്പോഴും അതിൻ്റെ റിസ്ക് പുഷ് ചെയ്ത് മാറ്റപ്പെടുന്നത് സാധാരണക്കാരിലേക്ക് ആയിരിക്കും മിക്കപ്പോഴും. അതിൻ്റെ ഏറ്റവും കൂടുതൽ റിസ്ക് ഒബ്സർവേഷൻ നടക്കുന്നത് സാധാരണ ജനവിഭാഗങ്ങളിലേക്കായിരിക്കും. അതിൻ്റെ പ്രധാന കാരണവും സ്മോൾ മീഡിയം സെഗ്മെൻറ്റ് കമ്പനികളെ സ്റ്റെബിലൈസ് ചെയ്യിക്കുന്നതിനുള്ള ഒരു സംവിധാനങ്ങളും ഇന്നും ലോകത്തൊരിടത്തും തന്നെ നിലവിലില്ല എന്നുള്ളത് കൊണ്ടാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നമ്മൾ എക്സാമ്പിൾ എടുക്കുന്നു എന്നുണ്ടെങ്കിൽ ലാർജ് ഓർഗനൈസേഷൻസിന് ബെയിൽ ഔട്ടുകൾ വഴിയും അതുപോലെ തന്നെ പല പ്രോഗ്രാംസ് വഴിയും കൂടുതലായിട്ട് അവർക്ക് ഫണ്ടിങ് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ സ്മോൾ സെക്ടറിലും മീഡിയം സെക്ടറിലും ആ ഒരു ഫണ്ടിങ് വന്നിട്ടുണ്ട്, പക്ഷെ അതൊന്ന് എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഈ ഒരു ഡിസ്പാരിറ്റി എൻഡ് ചെയ്യുന്നിടത്ത് മാത്രമേ എക്കോണമി സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു രാജ്യത്തെ എക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവിടുത്തെ മോണിറ്ററി പോളിസി ഫ്രെയിംവർക്കുകളോ അല്ലെങ്കിൽ ഫിസിക്കൽ മെഷർമെൻറ്റ്സുകളോ വച്ച് മാത്രം എക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്യിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിളാണ് 2008 ഫൈനാൻഷ്യൽ ക്രൈസിസ്. ഞങ്ങളുടെ പഠനം, അതായത് ക്യാഷ് ഫ്ലോ ഹെഡ്ജിങ്ങിൻ്റെ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ ഒരു പ്രോബ്ലത്തിന് എങ്ങനെ സൊല്യൂഷൻ കൊണ്ടുവരാം എന്നുള്ള ചിന്തയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഞങ്ങളത് 2012 ഡിസംബറോടുകൂടെ തന്നെ ഈ ഒരു തോട്ട് പ്രോസസ്സിൻ്റെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 2013 മിഡ് കഴിഞ്ഞപ്പോഴേക്കും ക്യാഷ് ഫ്ലോ ഹെഡ്ജിങ് തന്നെയാണ് ഇതിനുള്ള സൊല്യൂഷൻ. കാരണം മീഡിയം സ്മോൾ സ്കെയിൽ എൻ്റർപ്രൈസുകൾക്ക് ഇതുപോലുള്ള എക്കണോമിക് ഷോക്ക് വരുന്ന സമയത്ത് അത് ഒബ്സർവ് ചെയ്യാനായിട്ട് അവരുടെ ഇൻറ്റേർണൽ സിസ്റ്റത്തിൽ തന്നെ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്ന രീതിക്കായിരിക്കണം ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാഷ് ഫ്ലോ ഹെഡ്ജിങ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ മാത്രമേ അതിനെ ബാലൻസ് ചെയ്യിക്കാനായിട്ട് സാധിക്കൂ എന്നുള്ളൊരു ഫൈൻഡിങ്ങിലാണ് ഞങ്ങൾ എത്തിയത്. ഞാൻ വിശാഖ് കേസ് ടിസർവ് ഓഫ് ഫിൻടെക്കിൻ്റെ ഡയറക്ടറാണ്. ഞങ്ങളുടെ കീ മോട്ടീവ് എന്ന് പറയുന്നത് ഇതുപോലുള്ള എക്കണോമിക് ഷോക്കുകൾ വരുന്ന സമയത്ത് ഓർഗനൈസേഷൻസിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യാഷ് ഫ്ലോ ഹെഡ്ജിങ് മോഡൽ ഇംപ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനായിട്ട് ഞങ്ങൾ പ്രധാനമായിട്ടും സ്മോൾ മീഡിയം സെഗ്മെൻറ്റ് ഓർഗനൈസേഷൻസിനാണ് കൂടുതലായിട്ടും ഞങ്ങൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. US എക്കോണമിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് എനിക്ക് എല്ലാ പോർഷനും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ധാരണ തരാനായിട്ട് സാധിച്ചു എന്നാണ് കരുതുന്നത്. അടുത്ത ടോപ്പിക്കിൽ നമുക്ക് ഇന്ത്യയെ എങ്ങനെയാണ് ഈ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ബാധിച്ചതും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ റീഫോംസ് ആണ് ഇന്ത്യയിലുണ്ടായതെന്നും അത് നമ്മുടെ ക്യാഷ് ഫ്ലോ ഹെഡ്ജിങ് മോഡലിനെ നമ്മുടെ കറണ്ട് റെഗുലേഷൻ സിസ്റ്റം എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം.